അപ്പോൾ പ്രിയപ്പെട്ടവരെ, കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ റെയ്ഡിൽ പിടികൂടിയതിൻ്റെ ഇരട്ടിയിലധികം കഞ്ചാവ് എത്തിച്ചിരുന്നുവെന്ന് പ്രതികളുടെ മൊഴി. അതൊക്കെ പുകച്ചു തീർത്തുകയാണ്. 2 പൊതി കഞ്ചാവാണ് ഹോസ്റ്റലിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. എന്നാൽ 4 പൊതി കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിച്ചുവെന്നാണ് അറസ്റ്റിലായ ആഷിഖും ഷാരിഖും പോലീസിന് നൽകിയ മൊഴി. ബാക്കി കഞ്ചാവ് സമീപത്തെ കോളേജുകളിൽ വിൽപ്പന നടത്തിയെന്നാണ് സൂചന. കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയുടെ പങ്കിനെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന് പോലീസ് പറയുന്നു. കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, വെരി ഗുഡ് മോർണിംഗ്. അലി അക്ബർ ഷാ, വരുന്ന വിവരങ്ങളെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പോളിടെക്നിക് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചൊരു മൊത്ത വിതരണ ശൃംഖല ഉണ്ടായിരുന്നുവെന്നാണ്. 2 പൊതിയേ കിട്ടിയുള്ളൂ, 4 പൊതി എത്തിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് കൂടി സംശയമുണ്ടാവുന്നു. 4-5 കിലോ കഞ്ചാവൊക്കെ അവിടെ എത്തിച്ച് 1-2 ദിവസം കൊണ്ട് വിതരണം ചെയ്യാൻ കഴിയുന്ന വലിയൊരു സംഘമാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണോ മനസ്സിലാക്കേണ്ടത് അലി അക്ബർ ഷാ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. നമ്മൾ പറഞ്ഞതുപോലെ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും 2 കിലോയോളം കഞ്ചാവ് കണ്ടെത്തിയെന്ന വാർത്ത തന്നെ കേരളം ഞെട്ടലോടുകൂടി കേട്ട വാർത്തയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്ന പ്രതികളായിട്ടുള്ള ആഷിഖും ഷാരിഖും കളമശ്ശേരി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ നിന്നും പുറത്തു വരുന്നത് അതിലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് 2 കിലോ കഞ്ചാവല്ല ക്യാമ്പസിന്റെ ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുന്നത്, മറിച്ച് 4 കിലോയിലധികം വരുന്ന കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ആഷിഖും ഷാരിഖും പോലീസിന് നൽകിയിരിക്കുന്നത്. 2 പൊതി കഞ്ചാവാണ് പോലീസിന് അന്നേ ദിവസം രാത്രി പോലീസും ഡാൻസാഫും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചത്. അതിൽ തന്നെ 2 കിലോയിലധികം തൂക്കം വരുന്ന കഞ്ചാവാണ് കണ്ടെത്തിയത്. പക്ഷേ ഇപ്പോൾ ആഷിഖും ഷാരിഖും പറയുന്നത് ഇത് കൂടാതെ മറ്റ് 2 പൊതി കഞ്ചാവ് കൂടി ഉണ്ടായിരുന്നു എന്നാണ്. ആ കഞ്ചാവ് ഈ സമീപത്തുള്ള ക്യാമ്പസുകളിലേക്ക് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. കഞ്ചാവിനോടൊപ്പം കണ്ടെത്തിയ ഇലക്ട്രോണിക് ത്രാസ് അത് വ്യക്തമാക്കിയത് തന്നെ കൃത്യമായ വിൽപ്പന ക്യാമ്പസിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. ആലോചിച്ച് നോക്കുക, 2 കിലോയോളം കഞ്ചാവിന് ഏകദേശം അതേ തൂക്കത്തിൽ തന്നെയുള്ള കഞ്ചാവ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപത്തുള്ള കലാലയങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക് വിൽപ്പന നടന്നിട്ടുണ്ട് എങ്കിൽ അത് എത്ര വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ വളരെ ഞെട്ടലോടുകൂടി മാത്രമേ അത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം പോലീസ് വ്യക്തമാക്കുന്നത്, ഈ 2 പേരുടെയും മൊഴിയിലുള്ളത് ക്യാമ്പസ് സത്യത്തിൽ ഒരു ലഹരി വിൽപ്പന കേന്ദ്രമാക്കി തന്നെ മാറ്റിയിരുന്നു ഈ ലഹരി സംഘം എന്നുള്ളതാണ്. അതായത് ഏറ്റവും സേഫായ ഒരു സ്ഥലം എന്ന നിലയിലാണ് ഇവർ ഈ മെൻസ് ഹോസ്റ്റലിനെ കണ്ടിരുന്നത്. ഒരു തരത്തിലും പോലീസിന്റെ കണ്ണെത്താത്ത അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ കണ്ണെത്താത്ത, സാധാരണഗതിയിൽ മറ്റാരുടെയും നിരീക്ഷണത്തിൽ എത്താത്ത നിലയിലുള്ള ഒരു സുരക്ഷിത സ്ഥാനം എന്ന നിലയിലായിരുന്നു ഈ കൊച്ചി എറണാകുളം നഗരത്തിന്റെ മധ്യത്തിലിരിക്കുന്ന ഈ കളമശ്ശേരിയിലിരിക്കുന്ന ഈ പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിനെ ഇവർ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആഷിഖും ഷാരിഖും കോഴ്സ് പൂർത്തിയാക്കാതെ സെമ്മൌട്ടായ 2 വിദ്യാർത്ഥികളാണ്. ഇവർ അതിനുശേഷം ഈ ക്യാമ്പസിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ കൗൺസിലാണ് ഇനി ഇവർക്ക് റീ അഡ്മിഷൻ കൊടുക്കരുത് എന്ന തീരുമാനമെടുത്തത്. അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കൗൺസിലിനെ പ്രേരിപ്പിച്ച ഘടകം, മുൻപ് പഠിച്ചിരുന്ന സമയത്ത് തന്നെ ഈ ഷാരിഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ലഹരി ഉപയോഗിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളിലും ഇടപെട്ടിരുന്നു. അതുകൊണ്ട് വീണ്ടും ലഹരി കച്ചവടത്തിനുള്ള ഒരു ഇടമായി കണ്ടുകൊണ്ടാണ് ക്യാമ്പസിലേക്ക് തിരിച്ചു വരാൻ ഇവർ ശ്രമിക്കുന്നത് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കൗൺസിൽ ഇവർക്ക് റീ അഡ്മിഷൻ തടയുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. 2 കിലോയല്ല 4 കിലോയിലധികം കഞ്ചാവ് ഈ സംഘം ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ പാതിയോളം കഞ്ചാവ് സമീപത്തെ ക്യാമ്പസുകളിലോ മറ്റിടങ്ങളിലോ ആയിട്ട് വിൽക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ പരിശോധനകളിലേക്ക് പോലീസും എക്സൈസും കടന്നു കഴിഞ്ഞു. ഇന്നലെ അർദ്ധരാത്രി വൈകിയും എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്തമായ പരിശോധനയുണ്ടായിരുന്നു. ക്യുസാറ്റ് ക്യാമ്പസിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള പിജികളിൽ, പ്രൈവറ്റ് പിജികളിലും പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും നടത്തിയ പരിശോധനയിൽ 2 ഗ്രാമോളം കഞ്ചാവ് കണ്ടെത്താൻ സാധിച്ചു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് 4ഓളം വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈ 2 ഗ്രാമോളം കഞ്ചാവ് കണ്ടെത്തിയത്. ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും വിപുലമായ പരിശോധനകളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടെത്തേണ്ടത് ഇതിലെ ഏറ്റവും പ്രധാന കണ്ണിയായിട്ടുള്ള കൊല്ലം സ്വദേശിയായിട്ടുള്ള ഈ 3ാം വർഷ വിദ്യാർത്ഥിയെയാണ്. അതിനോടൊപ്പം തന്നെ ഈ ആഷിഖിനും ഷാരിഖിനും ഈ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത ഈ ആലുവയിൽ താമസമാക്കിയിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളി, ഈ 2 പേരെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അന്വേഷണവുമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ 3ാം വർഷ വിദ്യാർത്ഥി, അതായത് ഈ ലഹരി കേസിലെ ഏറ്റവും പ്രധാന കണ്ണികളിൽ ഒരാളായ ഈ 3ാം വർഷ വിദ്യാർത്ഥിയും ഈ ഇതര സംസ്ഥാന തൊഴിലാളിയും പിടിയിലാകുമെന്ന സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു അലി. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 2 കിലോ കഞ്ചാവല്ല 4 കിലോ കഞ്ചാവ് അവിടെ എത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതെന്താ, കഞ്ചാവിന്റെ ഗോഡൌണായി മാറുകയാണോ നമ്മുടെ കോളേജിന്റെ ഹോസ്റ്റലുകൾ എന്ന് പറയുന്നത്? ഈ ഹോസ്റ്റലിൽ എത്തിച്ച് തൂക്കം വിതരണമൊക്കെ വെച്ച് റേഷൻ കടയിൽ തൂക്കുന്നത് പോലെ കഞ്ചാവ് ഒക്കെ തൂക്കാൻ ഇലക്ട്രോണിക് ത്രാസൊക്കെ റൂമിൽ സജ്ജമാണ്. അങ്ങനെ എത്ര വേണം, കിലോ ഗ്രാം എന്ന കണക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നതാണ്. പ്രീ ബുക്കിംഗ് ഓഫർ ഉണ്ടായിരുന്നു അത്രേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? നമ്മുടെ കേരളത്തിൽ ഒരു ക്യാമ്പസിൽ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടി പ്രീ ബുക്കിംഗ് ഓഫർ ഉണ്ടായിരുന്നു.
ഓഫർ ഇട്ട് വിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ബോർഡ് വല്ലതും വെച്ചിരുന്നോ എന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും സഹികെട്ടാണ് പ്രിൻസിപ്പൽ പോലീസിനും കത്ത് നൽകിയിരുന്നത്. ആ കത്തിനെ തുടർന്നാണ് പോലീസിന്റെ പരിശോധന ഉണ്ടായത്. ഇതിനകം എത്രയോ കിലോ കഞ്ചാവുകൾ ഈ ക്ലാസ് മുറികളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. കൊച്ചി നഗരത്തിലെയും കേരളത്തിലെയും ഒക്കെ കോളേജുകളിൽ, ക്യാമ്പസുകളിലൊക്കെ ഈ കഞ്ചാവ് എത്തിക്കുന്ന സംഘം എത്രമേൽ ശക്തമാണ് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്. കഞ്ചാവ് മാത്രമല്ല, മറ്റ് ലഹരി വസ്തുക്കളും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടാവും. കഞ്ചാവ് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റതും കൊടുക്കുന്നുണ്ടാവും, ഉറപ്പാണ്. അപ്പം തീർച്ചയായും ഇതിൻ്റെ ഈ വലിയ വേര് നമുക്ക് അറുക്കേണ്ടതുണ്ട്. ആഴത്തിൽ പതിഞ്ഞു പോയിരിക്കുന്ന വിഷപ്പല്ലുകളാണ്, പൊഴിച്ചെടുത്തേ മതിയാവും.